ഹായ് എല്ലാവർക്കും 4K ഫിലിം എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഫുഡ് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി നോൺ വെജ് ഐറ്റമാണ്. അടിപൊളി ട്രഡീഷണൽ ആയിട്ടൊരു ചിക്കൻ സൂപ്പ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പിൻ്റെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് എങ്ങനെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാനെ കൊണ്ട് നമുക്കൊരു മസാല തയ്യാറാക്കണം. ആ മസാലയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ്. ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്ത് നമ്മൾ ചതച്ചതാണ്. ഇത് ഇഞ്ചിയാണ്. ഇഞ്ചി ഒരു 2 അല്ലി എടുത്ത് നമ്മൾ ചതച്ചതാണ്. ഇത് നോർമൽ ജീരകം 1 ടീസ്പൂൺ ജീരകമുണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ കുരുമുളക് പൊടിയാണ്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയുണ്ട് ഇതിപ്പം. അതിനുശേഷം ഇത് മല്ലിയാണ്. മല്ലി ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ട്. അതോടൊപ്പം ഇതെന്ന് പറയുന്നത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം 3 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് ഇത്രയും കൂടി നമ്മുടെ മിക്സി ജാറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ചതച്ചുകൊണ്ട് വരാം. സൂപ്പ് ഉണ്ടാക്കാൻ നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂണാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്ത് പട്ടവകയിൽപ്പെട്ട സ്റ്റാർ അനീസ് 3 എണ്ണം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ട് ഒരു 2 പട്ട ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗ്രാമ്പു ഒരു 3 ഗ്രാമ്പു എടുത്ത് ഇട്ട് കൊടുക്കുക. അതൊന്ന് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ പട്ടവകയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മുടെ സവാള ഉണ്ടല്ലോ, സവാള ഒരു 2 എണ്ണം എടുത്ത് അരിഞ്ഞ സവാള ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. വലിയ സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ നിങ്ങൾ 3 എണ്ണം എടുത്തോണം. എന്നിട്ട് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം നമുക്ക്. ഇത് നമ്മൾ ചതച്ചെടുത്ത മല്ലിയും പെരിഞ്ജീരകവും ഇഞ്ചിയും എല്ലാം കൂടിയാണ്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ ചതക്കെടുത്ത സാധനത്തിൻ്റെ അളവ് ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിട്ടിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ നമ്മുടെ മസാലപ്പൊടി ഇട്ടിട്ട് നമുക്ക് തക്കാളി ഉണ്ടല്ലോ, 2 തക്കാളി എടുത്ത് ചെറുതായിട്ട് കീറിയത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് ഇളക്കിയിട്ട് ഇനിയിപ്പം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം എല്ലുള്ള പീസാണ് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടുന്നത്. അങ്ങനെ എല്ലുള്ള പീസ് നോക്കി ഞാൻ എടുത്തേക്കാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഇളക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ എല്ലുള്ള പീസ് തന്നെ നമ്മുടെ സൂപ്പ് ഉണ്ടാക്കി എടുക്കണം. ഇപ്പം ലെഗ് പീസൊക്കെയാണ് നമ്മൾ ഇട്ടേക്കുന്നത്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നമ്മൾ ഇതിനകത്തോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതിയേ. എന്നിട്ട് ഒന്ന് ഇളക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കാശ്മീരി മുളക് പൊടിയാണിത്. കാശ്മീരി മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കാശ്മീരി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം അടി കൂട്ടി ഇളക്കണം. അത് കഴിഞ്ഞ് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ ഉപ്പിട്ട് ഇളക്കിയിട്ട് 1 ഗ്ലാസ് വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കണം. വെള്ളം നിങ്ങൾ നോക്കി ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഒഴിക്കണം. ഞാൻ എടുത്ത ഗ്ലാസ് വലിയ ഗ്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇനിയിപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മണ്ടയ്ക്ക് ഇങ്ങനെ തൂവി കൊടുക്കണം. കുറച്ച് മതി കേട്ടോ. തൂവിയിട്ട് ഇനി ഇതിപ്പോൾ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കൊരു 15 മിനിറ്റത്തേക്ക് ഇങ്ങനെ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ വെച്ചിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് ഇളക്കണം. അടിപൊളിയായിട്ട് വെന്ത് വരുന്നുണ്ട്. നമ്മുടെ ചിക്കനകത്തുനിന്ന് തേണ്ടോ ഇഷ്ടം പോലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ലോണമൊക്കെ ഒന്ന് അടികൂട്ടി ഇളക്കണം. അടികൂട്ടി ഇളക്കിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിയില തൂക്കി കൊടുക്കാം. മല്ലിയില കുറച്ച് തൂക്കി കൊടുക്കണം. എന്നിട്ട് ഇത് ഇതേപോണക്കം തന്നെ അടച്ചു വെച്ച് നമുക്കൊരു 15 മിനിറ്റും കൂടി വേവിക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പ് സെറ്റായി വന്നിട്ടുണ്ട്. ചിക്കൻ സൂപ്പ് നമുക്കിത് തുറക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കണം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. നമ്മുടെ ചിക്കനകത്തു നിന്നുള്ള വെള്ളവും നീരും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യണം. ഇത് നല്ലോണമൊക്കെ ഒന്ന് അരിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ ഇതിൽ നിന്ന് മാറ്റി അരിച്ചെടുക്കണം. കുറേശ്ശെ കോരി ഇതിനകത്തോട്ട് അരിപ്പയ്ക്കകത്തോട്ട് ഒഴിച്ച് അരിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ സൂപ്പിൻ്റെ അരപ്പ് ആ ചിക്കൻ പീസും നമുക്ക് മാറ്റണം. അതിനാണേ കുറേശ്ശെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ സൂപ്പ് ട്രഡീഷണൽ സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തേക്കാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതിനകത്ത് നെയ്യൊക്കെ കിടപ്പുണ്ട്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം.
അടിപൊളി ടേസ്റ്റാണ്. ഈ ചിക്കൻ സൂപ്പിൻ്റെ ആ റെസിപ്പി, ആ അരപ്പ് തന്നെ അരച്ചപ്പം നല്ല മണമായിരുന്നു, നല്ലൊരു ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചിക്കൻ സൂപ്പ് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നിടം വരെ ബൈ ബൈ.